ഹലോ, ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണല്ലേ. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇന്ന് എൻ്റെ മോളുടെ 5th ബർത്ത്ഡേ ആണ് കേട്ടോ. അവൾ റെഡിയായി സുന്ദരി കുട്ടിയായി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ന് കളർ ഡ്രസ്സ് ഇടാം കേട്ടോ, സ്കൂളിൽ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട്. അപ്പം ഇതൊക്കെ ടീച്ചർ സ്കൂളിൽ നിന്ന് എടുത്ത കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. അവൾ ചോക്ലേറ്റ് ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അവർക്കിതൊക്കെയല്ലേ ഒരു സന്തോഷം, ഫ്രണ്ട്സിന് ചോക്ലേറ്റ്സ് കൊടുക്കുക, കേക്ക് കട്ട് ചെയ്യുക. അതിൽ പരം സന്തോഷം അവർക്ക് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയാമല്ലേ. ഞാനൊരുപാട് ഹാപ്പിയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ മോളെ കിട്ടിയത്, അവളുടെ 1st ബർത്ത്ഡേ 2nd ബർത്ത്ഡേ, അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ അവൾ 5th ബർത്ത്ഡേയിൽ വന്ന് നിൽക്കുകയാണല്ലേ. അങ്ങനെ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 2:45 സമയമൊക്കെ ആയപ്പം ഞാൻ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നു. അവളുടെ ബസ് ഇവിടെ ഈ ഒരു എൻഡിലാണ് വരിക. അപ്പോൾ ഞാൻ അവിടെ വന്ന് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിൽ കൂടെയാണ് അവളുടെ ബസ് വരിക കേട്ടോ. നമ്മളെ വീട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അവളൊക്കെ കിട്ടി നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, സ്കൂളിലെ കാര്യങ്ങൾ, മിഠായി കൊണ്ടുപോയതും ടീച്ചേഴ്സിൻ്റെ വിഷേഴ്സും ഒക്കെ ഒരുപാടൊക്കെ പറയാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അവൾക്ക് പായസമൊക്കെ കൊടുത്തു. അവൾ പായസമൊക്കെ കുടിച്ചു. അവളൊരുപാട് സന്തോഷത്തിലാണ് കേട്ടോ. ഇപ്പം ചെറിയൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണി, അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ആയപ്പം ചെറിയൊരു കുഞ്ഞ് കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ. കേക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു കുഞ്ഞ് കേക്ക് മേടിച്ചിട്ട് അവളുടെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അത്രയും ഹാപ്പി ആയിരുന്നു അവൾ കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവൾ തന്നെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സും സ്കൂളിലിട്ട് കൊണ്ടുപോയ ഡ്രസ്സൊന്നുമല്ല അവളുടെ ബർത്ത്ഡേ ഡ്രസ്സ് വരുന്നത്. അവളുടെ ബർത്ത്ഡേ ഡ്രസ്സ് ഒരു പാൻറ്റും ഷർട്ടും ആയിരുന്നു, ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.